പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ ഒരു തുക കിട്ടാതിരുന്ന് പറഞ്ഞ സമയത്ത് തുക എത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. വെള്ളിയാഴ്ച പറഞ്ഞു, ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കുകയാണ്. ചൊവ്വാഴ്ച ആയിരിക്കുകയാണ്. തുക എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വെള്ളിയാഴ്ച തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് നമ്മുടെ ധനകാര്യമന്ത്രി കറക്റ്റായിട്ട് ഒരു അറിയിപ്പ് നൽകിയിരുന്നു. ഈ അറിയിപ്പിനെ തുടർന്ന് കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഈ ഒരു തുക കിട്ടാൻ വേണ്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലുള്ള നോക്കിയിരിപ്പാണ്. ശനിയാഴ്ചയായി, ഞായറാഴ്ചയായി, തിങ്കളാഴ്ചയായി. എന്നിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ 200 രൂപ വരെയൊക്കെ ലഭിച്ചതല്ലാതെ മറ്റൊരു രൂപ പോലും തുക ക്ഷേമ പെൻഷൻ ഇന്ന് രാവിലെ വരെ ലഭിച്ചില്ല. ഇന്ന് 29-ാം തീയതി 10 മണി കഴിഞ്ഞപ്പോൾ ഏകദേശം 10-നും 11-നും ഇടയ്ക്ക് സമയം തൊട്ട് ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അത് തുക കിട്ടിയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൈമാറുമ്പോൾ അതിൻ്റെ ആധികാരികത അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു തുക എത്തുമെന്നുള്ളത് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തേണ്ടത്, പറയുന്ന വാഗ്ദാനം പാലിക്കുക എന്നുള്ളത് അതൊരു ജനാധിപത്യ മര്യാദ കൂടിയാണ്. അത് വെള്ളിയാഴ്ച മുതൽ തന്നെ തുക എത്തും അല്ലെങ്കിൽ കൈമാറിയിട്ടുണ്ട്, അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങുമെന്ന് പറഞ്ഞത് ചൊവ്വാഴ്ച ദിവസമാണ് തുക എത്തിത്തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. അടുത്ത മാസവും നമ്മുടെ ധനകാര്യമന്ത്രി ഇതുപോലെ തന്നെ വീണ്ടും പറയും. വീണ്ടും ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞ് പണമൊക്കെ എത്തി ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്കും തുക എത്തുകയും ചെയ്യും. പക്ഷേ അതേ സമയം വരെ കാത്തിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ ഒരു തുകയ്ക്ക് വേണ്ടി പല തവണ ബാങ്ക് അക്കൗണ്ടുകളിൽ കയറി ഇറങ്ങുകയും ഫോണിൽ മെസ്സേജ് വരാത്ത ആളുകൾ പല തവണ ബാങ്കിൽ ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വസ്തുത കൂടി. അവർക്കിത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് കറക്റ്റായിട്ട് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന ദിവസം നമ്മൾ ഇതിൻ്റെ വിതരണം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു 25, 26-ാം തീയതി അല്ലെങ്കിൽ 28-ാം തീയതി കഴിയുമ്പോഴത്തേനും നിങ്ങളതിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ അന്വേഷിച്ചാൽ മതി, അല്ലെങ്കിൽ ബാങ്കിൽ പോയി അന്വേഷിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. ബന്ധപ്പെട്ട അധികാരികൾ ഇതുമായിട്ടുള്ള ഓർഡർ ഇറക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ തുകയാണ്. അവർക്ക് മറ്റൊരു മാർഗ്ഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു തുകയ്ക്ക് വേണ്ടി അവരിങ്ങനെ കാത്തുകെട്ടിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ബന്ധപ്പെട്ട അധികാരികളും നമ്മുടെ ധനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഡേറ്റ് പറഞ്ഞാൽ ഡേറ്റിന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ആ ഡേറ്റ് പറയാൻ നിൽക്കേണ്ടെന്നേ, കുറച്ച് ദിവസം വെച്ചിട്ട് താമസിച്ച് പോയാൽ എന്താണേലും താമസിച്ചാണ് കൊടുക്കുന്നത്, അത് ആ ഒരു രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, ക്ഷേമ പെൻഷൻ വളരെയധികം ഗഡുക്കൾ കുടിശ്ശികയായിട്ട് പോയിട്ടുള്ള ഒരു ഗവൺമെൻറ് കൂടി ഉണ്ടായിരുന്നു. 18 മാസത്തോളം തുക കുടിശ്ശികയായിട്ട് പോയിട്ടുള്ള ഒരു ഗവൺമെൻറ് കൂടി ഉണ്ടായിരുന്നു. 800 രൂപയിൽ നിന്ന് 1600 രൂപയിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ഭരിക്കുന്ന ആളുകളാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഒന്ന് ചേർത്ത് ഇതിൻ്റെ കൂടെ വായിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി.